രാവിലെ തന്നെ എണീക്കാൻ നല്ല മടിയുണ്ടായിരുന്നെങ്കിലും പള്ളിയിൽ പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ട് കഷ്ടപ്പെട്ട് എണീറ്റതാണ്. മടി പിടിച്ചിരുന്നാൽ പറ്റില്ലല്ലോ, പള്ളിയിലൊക്കെ പോകണ്ടേ. വീട്ടിലുള്ളപ്പം പള്ളിയിൽ പോകാൻ മടിയാണെങ്കിലും ഇവിടെ ഞങ്ങൾ ആകെക്കൂടി ഞായറാഴ്ച മാത്രമാണ് പുറത്തിറങ്ങാറ്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച മാക്സിമം ഞങ്ങൾ പള്ളിയിൽ പോകാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അവരും നന്നായിട്ടൊന്ന് ശ്രമിക്കും. ഞങ്ങളുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ഉണ്ട് പള്ളിയുടെ അടുത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ 7:30 ആകുമ്പോൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരുങ്ങി ബസ്സിന് കാത്തു നിന്ന് 8:30യുടെ ബസ് കിട്ടിയാൽ മാത്രമേ പള്ളി പോകാൻ പറ്റുള്ളൂ. കിട്ടിയില്ലെങ്കിലും വല്ല ഓട്ടോ പിടിച്ചിട്ടായാലും പോവാം, പക്ഷെ അത്രയ്ക്ക് ഞങ്ങൾ മെനക്കെടാൻ നിൽക്കാറില്ല. അങ്ങനെ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഒരു 10:45 പള്ളിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് നേരെ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയി. കാര്യം മെഡിക്കൽ സ്റ്റോർ ആണെങ്കിലും അവിടെ എല്ലാവിധ സാധനങ്ങളും കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ സാധനങ്ങളും നോക്കി കുറച്ച് നേരം സമയം. എന്നിട്ട് അവിടെ നിന്ന് ഒരു കിറ്റ്കാറ്റും മഞ്ചും വാങ്ങി ബസ്സിൽ കയറി. അങ്ങനെ ബസ്സിൽ കയറിയപ്പോഴേക്കും ബസ് പണിമുടക്കി. പിന്നെ അതൊക്കെ ശരിയാക്കി വന്നപ്പോഴേക്കും ഒരു 10-15 മിനിറ്റ് എടുത്തു. അങ്ങനെ ഞങ്ങൾ വിശന്ന് വലഞ്ഞ് പിന്നെയും ഹോസ്റ്റലിലെത്തി. ഇനി തിരിച്ച് ഹോസ്റ്റലിൽ ചെന്നാൽ ചോറും രസവും കഴിക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നൊരു ബിരിയാണി വാങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ദമ്മ് പൊട്ടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ് ബിരിയാണി കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബിരിയാണി വാങ്ങിച്ച് ഫുഡ് ബുക്കിൽ എഴുതിയപ്പോൾ പേരും ബിരിയാണി എന്നായിപ്പോയി. പിന്നെ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് പോന്നു. അഥവാ പുള്ളിയെങ്ങാനും വായിച്ചു നോക്കിയിട്ടുണ്ട് പേര് ബിരിയാണിന്ന്. അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ വന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.